ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതൊരു മൈക്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏകദേശം നാട്ടിലെ 11-12 രൂപ വിലയുള്ളൊരു മൈക്കാണ്. അപ്പം കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു മൈക്ക് മേടിക്കണമെന്ന്. അപ്പം ഞാൻ ഒരുപാട് നാൾ, ഒരു കൊല്ലം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് റോഡിൻ്റെ മൈക്ക് മേടിക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് ഒരുപാട് നാൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മോഡലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് DJ ആണ്. DJയുടെ മൈക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിലോട്ട് നോക്കി. അപ്പോൾ അതിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ DJയുടെ ആദ്യത്തെ ഒരു വർഷം ഉണ്ടായിരുന്നു, അത് സ്റ്റോപ്പാക്കി. അവർ രണ്ടാമത്തെ വർഷമാക്കി. അതിന് ഏകദേശം ഇവിടുത്തെ 1850 രൂപ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ 40-40 മേലെ വരും, 40-43 രൂപയോളം വരും അതിൻ്റെ വില. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇപ്പോഴേ എടുക്കണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് അവസാനം ഞാൻ വന്നെത്തിയത് ഇതിലാണ്, അതായത് ലാർക്ക് C1. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് വെളിയിലൊക്കെ പോകുമ്പോഴും ഫാമിലി വ്ളോഗും കാര്യങ്ങളും 2 മൈക്കിൻ്റെ ആവശ്യമുണ്ട്. ഇതിൽ ബാറ്ററി നിൽക്കണം. അപ്പം എന്തുകൊണ്ടും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നൊരു മൈക്കായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് മേടിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ നമുക്ക് ബാറ്ററി ബാക്കപ്പ് നിൽക്കും. 2 റിസീവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ DJ മൈക്കിൻ്റെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ 40,000 രൂപയുടെ മൈക്കിൻ്റെ തൊട്ട് ഇതിനകത്ത് LHH ചാർജ് ചെയ്യുന്നതിൻ്റെ തൊട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് കാണിക്കാൻ കഴിയും. തുരുമ്പെടുത്ത കത്തി ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്, ആമസോണിൽ നിന്ന്. പലർക്കും ഉള്ളൊരു സംശയമാണ് കേട്ടോ, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാണ്. ഞാൻ ഈ ഇടയായിട്ട് കൂടുതൽ കേട്ടൊരു വാക്കാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിൽ 10 പൈസ കിട്ടുന്നില്ല സത്യമായിട്ടും. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ എല്ലാവർക്കും അറിയാം, 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും വേണം. അപ്പം എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. എൻ്റെ വാച്ച് അവർ എന്ന് പറഞ്ഞാൽ 600 ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പൈസയും കൊണ്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മൈക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് 3 തരത്തിൽ ഈ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതായത് ഓഡിയോ ജാക്കിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ C-ടൈപ്പ് ഇല്ല, നമ്മുടെ സ്മാർട്ട് ഫോണിൽ കുത്തുന്ന, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ കുത്തുന്ന ടൈപ്പ് C-ടൈപ്പ് വരുന്നുണ്ട്. ഈ കുത്തുന്ന സാധനം, ഈ ഐറ്റം C-ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ iOSൻ്റെ ആപ്പിളിൽ കുത്തില്ല, ഐപാഡിലൊക്കെ ഉള്ള പിന്നിൻ്റെ ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ എക്സ്റ്റേണൽ ഇതൊന്നും വേണ്ട, കേബിളൊന്നും വേണ്ട, ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ iOSൻ്റെയാണ് മേടിച്ചത്. അപ്പോൾ iOSൻ്റെ C1 എന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ ആണെങ്കിൽ M1 പിന്നൊരു പെട്ടിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്മാർട്ട് NNC, ഇത് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് നോയിസ്, നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നോയിസ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ശബ്ദം ക്യാപ്ചർ ചെയ്തു, അതാണ് സാധനം. അതുകൊണ്ട് തന്നെ ഇത് വരുന്നുണ്ട്, കേജ് വരുന്നുണ്ട്. അതായത് മറ്റേ ഹെഡ്സെറ്റിൻ്റെ തൊട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ചാർജിങ് സ്റ്റേഷനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ കേട്ടത് 32 മണിക്കൂർ അങ്ങാണ്ട് ഈ ഇതിലങ്ങാണ്ട് നിൽക്കുമെന്ന്, ഈ ശനി നിൽക്കും കേട്ടോ. 8 മണിക്കൂർ ഇത് നമുക്ക് നല്ലൊരു വർത്തായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിത് പൊട്ടിക്കുകയാണ് ഗൈസ്. കിട്ടുന്നില്ലല്ലോ. വെക്കാൻ തന്നെ നമുക്കൊരു കേസാണ് വരുന്നത് കേട്ടോ. കേസ് ഉണ്ട് കേട്ടോ, ഹോളിലാൻഡ് കേസിനകത്ത് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. അതെന്തായാലും കൊള്ളാം ഗൈസ്, നിങ്ങൾ തന്നെ ആണല്ലോ. ചെറിയൊരു ഇതാണ് കേട്ടോ, ഭയങ്കര ചെറുതാണിത്, കൊള്ളാലോ. അതുകൊണ്ടൊക്കെ മറ്റേ നോയിസ് ക്യാൻസൽ ചെയ്യുന്ന ഐറ്റം വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്ത് ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പം Type-C to Type-A ആണ് അത് വരുന്നുണ്ട്. പിന്നെ പേപ്പർ വരുന്നുണ്ട്. ഇത് കൊള്ളാം, നല്ലൊരു കേസാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്, നല്ലൊരു കേസാണ്. പേപ്പർ വരുന്നുണ്ട് കേട്ടോ, യൂസർ മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേസ്. ഇറ്റ്സ് എ നൈസ്, നല്ലൊരു കേസാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്, നല്ലൊരു കേസാണ്, ഇഷ്ടപ്പെട്ടു. നമുക്ക് മൈക്കിലേക്ക് തന്നെ വരാം. ഒരു ബാലൻസിങ്ങോടൊക്കെയാണ് വരുന്നിരിക്കുന്നത്. ഇവിടെ Type-C ചാർജർ ഉണ്ട്. ഇത് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ ചാർജ് ചെയ്യാം. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്കാണെങ്കിലും 2 തന്നെ ചാർജ് ചെയ്യണം. 15 മിനിറ്റേ ചാർജ് നിൽക്കത്തുള്ളൂ. ഗുഡ്, 8 മണിക്കൂർ ചാർജ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഫുൾ ചാർജ് ഉണ്ട്. 2 മൈക്ക്, ഒരു റിസീവർ. നിങ്ങളോട് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ കണ്ടോ, ഐഫോണിൻ്റെ പിന്നാണ് വന്നിരിക്കുന്നത്. 3 ടൈപ്പിലുള്ള പിന്നുകൾ വരും. അതും നമുക്ക് നല്ലതാണ്, കാരണം നമുക്ക് ചാനൽ ഇതൊന്നും കേബിളൊന്നും യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചെറുതാണ് കേട്ടോ ഇത്. മൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത്. നമ്മൾ എടുത്തപ്പോൾ തന്നെ ഓൺ ആയിട്ടുണ്ട്. 2 മൈക്ക് ഉണ്ട് കേട്ടോ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവറാണ്. അപ്പോൾ അതായത് നമ്മൾ കേസിൽ വയ്ക്കാതെ നമുക്ക് ഇത് ഓഫ് ആക്കാൻ പറ്റും. കേസിൽ വയ്ക്കാതെ തന്നെ നമ്മൾ പിന്നി കുത്തിക്കൊണ്ട് നമുക്ക് ചാർജ് സേവ് ചെയ്യാനായിട്ട് മൈക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഒരു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക്
കണ്ടോ, ഇവിടെ മൈക്കിൻ്റെ ഒരു വരുന്നത് കേട്ടോ. പിന്നെ പറയുന്ന പറഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഇതിൽ 2 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും കേട്ടോ. ചാർജ് കൂടുതൽ പിടിക്കുമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഇവിടെ ഏതാണ്ട് ഒരു പിന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ പിന്നെന്ന് പറഞ്ഞാൽ ടൈപ്പ് സിയുടെ പിന്നാണ്. അപ്പം നമുക്ക് കേസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിത് 3ഉം സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്ത് പറ്റുന്നത്. ഇറ്റ്സ് നൈസ്. എൻ്റെ ഫോണുമായിട്ട് ഞാനൊന്ന് വെച്ച് കാണിക്കാം. ഭയങ്കര ചെറുതാണ്. ക്യാമറയുടെ ഹമ്പിൻ്റെ അത്രേ ഉള്ളൂ കണ്ടോ. ഭയങ്കര ചെറിയ മൈക്കാണ്. ഞാൻ മൈക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി ഒക്കെ നമ്മുടെ ഇതിലായിരിക്കും നമ്മുടെ വീഡിയോ എല്ലാം ചെയ്യാൻ പോകുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം എന്തായാലും ഞാൻ എന്തുകൊണ്ട് ചെറിയൊരു ഇതിടാം. ഇതാണ് മൈക്ക് ഹോളിലാൻഡ്. ഞാൻ ഇവിടെ കണ്ട 2 അത് പച്ച ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 മൈക്കും 2 കണക്ട് ആകുമ്പോഴത്തേക്ക് 2 പച്ച കത്തുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്രേ ഉള്ളൂ മൈക്കിനെ കുറിച്ച് പറയാൻ. എൻ്റെ ചെറിയ മൈക്ക്. ഇതിൻ്റെ ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 525 രൂപയ്ക്കാണ് മേടിച്ചത് കേട്ടോ. 525 എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിലെ 11,000 രൂപയാവും. 11,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. എന്തുകൊണ്ടും മറ്റ് ഇതിൽ നിന്ന് ഇറ്റ്സ് എ ബിഗിനർ, ഇറ്റ്സ് എ നൈസ്. കാരണം 10,000-40,000 രൂപയുടെ അത് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇത് മേടിച്ചു. അപ്പം ഗൈസ് പിന്നെന്താണ് പറയേണ്ടത്? പിന്നൊന്നുമില്ല പറയാൻ. നമ്മുടെ ചാർജിങ് കേബിൾ ഇതാണ്, ചാർജിങ് സ്റ്റേഷൻ ഇതാണ്. ഇതും അത്യാവശ്യം ചെറുതാണ്. ഫോൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പവർ ബാങ്കിൻ്റെ അത്രയും പോലും ഇല്ല. അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ കാണാം. ബൈ ബൈ. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഈ സാധനം മാത്രമായിട്ട് കുത്തിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട്സ് എടുത്ത് നമ്മൾ മൈക്ക് എടുക്കുമ്പോഴത്തേക്ക് കണക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഗ്രീൻ ആവും കേട്ടോ. ഗ്രീൻ ആയിട്ട് ഏത് ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഗ്രീൻ ആവും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. നമ്മൾ 2 മൈക്ക് എടുക്കുവാണെങ്കിൽ 2 ഗ്രീൻ ആവും. അപ്പം ഇതാണ് സ്പോഞ്ച്. അപ്പം ഗൈസ് ഇങ്ങനെ ഇരിക്കും ഇതിലെ ശബ്ദം. അതായത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടില്ല, ഒന്നും ഓൺ ആക്കിയിട്ടില്ല, ഇതിൻ്റെ മേലെ വെച്ചിരുന്ന സാധനം വെച്ചിട്ടില്ല. ആദ്യത്തെ ശബ്ദം ഇങ്ങനെ ഇരിക്കും ഗൈസ്. നമ്മൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിരിക്കുന്നു, അപ്പോഴത്തെ ശബ്ദം ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ മേളത്തെ പഞ്ഞി നമ്മൾ വെച്ചിട്ടുണ്ട്, അപ്പോഴത്തെ ശബ്ദം ഇതുപോണക്കിരിക്കും. ഓക്കെ അല്ലേ?